Hi friends, welcome back to my channel Everything for Us. ഞാൻ ഏഞ്ചൽ. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾ അജിയോന്ന് വാങ്ങിച്ച കുറച്ച് ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കുർത്തീസ് ആണ് കാണാൻ പോണത്. അപ്പം ഇതൊക്കെ ഫസ്റ്റ് ക്ലാസ് ബ്രാൻഡിന്റെ കുർത്തീസ് ആണ് കേട്ടോ. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചത് പിന്നെ ഡിസ്കൗണ്ട് ഉള്ള സമയത്തായിരുന്നു. അപ്പം നല്ല വില കുറഞ്ഞ് കിട്ടി. ഞാൻ ഇതിന്റെ പ്രൈസ് സ്ക്രീനിലിടാം, ഓരോന്നിന്റെ പ്രൈസ്. അതേപോലെ ഇതിന്റെ ലെങ്ത് കുറച്ച് കുറവാണ് ബാക്കിയുള്ള കുർത്തി കമ്പയർ ചെയ്യുമ്പം. അപ്പം ഞാൻ ഇതിന്റെ ലെങ്ത്തും മെഷർ ചെയ്തിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ എത്ര ലെങ്ത് ഉണ്ടാവും ഈ സാധനം എന്നുള്ളത്. ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള കുറേ കളേഴ്സ് ഉണ്ട് ഇതിൽ. ഞാൻ ഓരോന്നായിട്ട് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടൻ്റെ കുർത്തീസാണ്. ഞാൻ വന്നപ്പോൾ തന്നെ വേഗം ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം റിട്ടേൺ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കോട്ടൻ്റെ കുർത്തിയാണ്, നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. കണ്ടിട്ട് നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ എന്താ പറയുക, ലോക്കൽ കോട്ടൺ അല്ല, നല്ല കോട്ടൺ ആണ്. ഇവരുടെ ടാഗ് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് മീഡിയം ആണ്, 92 സെൻറ്റിമീറ്റർ ആണ്. 92 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിഡ്ത്താണ് അവർ പറയണത്, ഷോൾഡർ. അപ്പം നമുക്ക് ഷോൾഡർ നോക്കിയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഷോൾഡർ ഇറങ്ങിയിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. പിന്നെ ഇതിന് റൗണ്ട് നെക്കാണ്, സാധാരണ നെക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ പാറ്റേൺ ആണ് നോക്കേണ്ടത് ശരിക്കും. അപ്പോൾ ഈ പാറ്റേൺ കണ്ടില്ലേ, ഇത് ഫ്ലവേഴ്സ് മേലേക്ക് പോകണതാണ്. അപ്പം നമുക്ക് ബാക്കിലും തിരിച്ച് നോക്കുമ്പം ശരിക്കും ഈ ഫ്ലവേഴ്സൊക്കെ മേലേക്ക് പോകണം. അപ്പം മേലേക്ക് തന്നെയാണ് പോകുന്നത്. ചിലത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഡ്രസ്സ് ഉൾട്ടായിരിക്കും ഫ്ലവേഴ്സൊക്കെ പോണത്. അത് സെയിം പാറ്റേൺ ആകുമ്പം ഇങ്ങനെ മേലേക്കും താഴേക്കും നിൽക്കുന്നതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. അതേപോലെ തന്നെ കയ്യിലും നമുക്ക് അങ്ങനെ തന്നെ നോക്കണം. ഇപ്പോൾ ഈ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കും മേലേക്ക് തന്നെയാണ് പോണത്, ഈ കയ്യിലും മേലേക്ക് തന്നെയാണ് പോണത്. അപ്പോൾ എല്ലാം ഒരേ ഡയറക്ഷനിലാണ് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും. അറിയാത്തവർക്ക് നോട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇത് അറിയുന്നവർക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇതിലും ഇതേപോലെ ബട്ടൺ വെച്ചിട്ടുണ്ട്. ബട്ടണൊക്കെ വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ ഇത് ഷെല്ലിന്റെ ബട്ടണാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നോർമൽ പ്ലാസ്റ്റിക് ബട്ടൺ അല്ല, ഷെല്ല് കൊണ്ടുള്ള ബട്ടൺ. സ്റ്റിച്ചിങ് ആണെങ്കിൽ നല്ല സ്റ്റിച്ചിങ് ആണ്. ഇതാണ് ഫസ്റ്റ് ടൈം ഞാൻ ഈ ഒരു ബ്രാൻഡ് വാങ്ങിക്കണത്. നല്ല സ്റ്റിച്ചിങ് ആണ്, നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചിങ്ങിനൊന്നൊരു കംപ്ലൈന്റ് ഒന്നും പറയാനില്ല. കുഞ്ഞ് സ്റ്റിച്ചിങ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് വേറെ സ്റ്റിച്ചിങ് ഒന്നും ഇടണ്ട. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നൂല് നിൽക്കുന്നുണ്ട്, പക്ഷെ ഇത് കുഴപ്പമില്ല. എനിക്കൊന്ന് ഓവർ 2 പ്രാവശ്യം സ്റ്റിച്ച് മേലെ വന്നപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം, ഇതിൻ്റെ ഉള്ളിൽ ഓവർലോക്കൊക്കെ ചെയ്തിട്ടുണ്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പം നോക്കുമ്പോൾ ഉള്ളിലും ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നല്ല സ്റ്റിച്ചിങ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിത് പറഞ്ഞൊന്നും പോവില്ല. പിന്നെ ഇതിൻ്റെ സൈഡിൽ സ്ലിറ്റ് ചെയ്തിരിക്കുന്നതും ഇതേപോലെ ഒരു സ്ക്വയർ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് പറഞ്ഞു പോവില്ല, സ്ലിറ്റ് ഇവിടുന്ന് പറഞ്ഞു പോവില്ല. ഒരു സ്ട്രെയിറ്റ് കട്ടിങ് ആണ് കേട്ടോ. ഈ കുർത്തീസൊക്കെ സ്ട്രെയിറ്റ് കട്ടാണ്. കാണിച്ചു തരാം. എല്ലാം സ്ട്രെയിറ്റ് കട്ട് കുർത്തീസാണ്. നല്ല കോട്ടന്, നല്ല കോട്ടൺ ആണ്. നമുക്ക് സമ്മറിലൊക്കെ ഇടാൻ പറ്റിയ നല്ല സാധനമാണ്. ഇന്നലെ മെനഞ്ഞാന്നു ഞാനിത് കണ്ടപ്പം ഡിസ്കൗണ്ട് കണ്ട സമയത്ത് 200 രൂപയ്ക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും കിട്ടിയോന്ന് അറിയില്ല. ഇനി ഞാൻ അടുത്ത കുർത്തി കാണിച്ചു തരാം. നേരത്തെ കണ്ടത് നമ്മൾ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ഇത് പക്ഷെ നമ്മുടെ ഈ കതർ കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഞാൻ കാണിച്ചു തരാം. നല്ല കട്ടിയുണ്ട് ഇത്. ഫസ്റ്റ് ക്ലാസിൻ്റെ തന്നെയാണ്, ഫസ്റ്റ് ക്ലാസ്. ഇത് ലാർജ് ആണ്. ലാർജ് ആകുമ്പോൾ ഇതിൻ്റെ ഷോൾഡറിന് 97 സെൻറ്റിമീറ്ററിൻ്റെ, മീഡിയത്തിന് ഉണ്ടായിരുന്നത് 92 ആണ്, ഇതിന് 97. അപ്പോൾ 5 സെൻറ്റിമീറ്ററിന് വ്യത്യാസമേ ഉള്ളൂ. അപ്പം നമുക്ക് കുറച്ച് വണ്ണമുള്ളവരൊക്കെ ആണെങ്കിൽ, മീഡിയം വാങ്ങിക്കുന്നവരാണെങ്കിലും 5 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് ഇത്ര ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ലാർജിനും മീഡിയത്തിനും വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല. പിന്നെ ഇത് നല്ല കോട്ടൺ ആണ് കേട്ടോ, നല്ല കട്ടിയുണ്ട്. നമ്മുടെ കതർ കോട്ടൺ എന്നൊക്കെ പറയില്ല, ആ ഒരു കോട്ടൺ ആണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഇങ്ങനെ പ്രിന്റ് ആണ് മൊത്തം, നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ സെന്ററിൽ ഒരു നല്ല കട്ടിയുള്ളൊരു ടസൽ വെച്ചിട്ടുണ്ട്. ചെറിയ കുഞ്ഞു ടസലല്ല, നല്ല കട്ടിയുള്ള ടസലാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള കളർ കോമ്പിനേഷൻ റെഡും ബ്ലാക്കും ആണ്. പിന്നെ പിങ്കും കൊടുത്തിട്ടുണ്ട്, റാണി പിങ്ക് ആണിത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. താഴേക്കും നല്ല ഡിസൈനാണ്. ഇവിടെ ഒരു എന്താ പറയുക, സ്ക്വയർ പോലെയാണ് താഴേക്ക് ഡിസൈൻ വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കണ്ടില്ലേ. അത് ഇതിന്റെ സ്റ്റിച്ചിങ്ങും അതേപോലെ തന്നെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കംപ്ലൈന്റ് ഒന്നും പറയാനില്ല. സ്ട്രെയിറ്റ് കട്ടിങ് ആണ്. പിന്നെ സൈഡിലാണെങ്കിലും സ്ലിറ്റ് ഉണ്ട് 2 സൈഡിലും. പിന്നെ ഇതിന്റെ ഉള്ളിലും നന്നായി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അവർ ഓവർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ബട്ടൺസ് ഒന്നുമില്ല. ഇത് 3/4 സ്ലീവ് ആണ്. സ്ലീവും ഇതേപോലെ തന്നെ ഡിസൈൻ, ഫ്രണ്ടിലുള്ള അതേ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. ഇനി നമുക്ക് അടുത്ത കുർത്തി നോക്കാം. ഇത് നല്ല ഭംഗിയുള്ളൊരു കളറാണ്. നമ്മുടെ എന്താ പറയുക, പർപ്പിളല്ല, ഈ വാടാമല്ലി കളർ എന്നൊക്കെ പറയില്ല, ഒരു പിങ്കും നിങ്ങളൊരു റോസ് കളർ വാടാമല്ലി കണ്ടിട്ടുണ്ടാവും, ആ ഒരു കളറാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ.
ഒരു റാണി പിങ്ക് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും പറയാം. പക്ഷെ ഒരു വയലറ്റ് കളർ ഇതിന്റെ മേലൊരു കോമ്പിനേഷൻ, റോസും വയലറ്റും കൂടെ കൂടിയൊരു കളറാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതും ഫസ്റ്റ് ക്ലാസ്സിന്റെ തന്നെ മീഡിയം ആണ്. ഇത് മുഴുവൻ പ്രിന്റ് ആണ് കേട്ടോ. കോട്ടണിൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഗോൾഡൻ പ്രിന്റ് ആണ് മൊത്തം. പ്രിന്റ് പോകുമെന്ന് അറിയില്ല, വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ. ഇതിന്റെ ഉള്ളിലും സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു ടൈപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടേക്ക് ഓവർലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങോട്ട് പറഞ്ഞു വരില്ല. ഇവിടെ ഈ സൈഡിലാണെങ്കിലും ഒരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് അവർ. നല്ല ഭംഗിയുണ്ട് സ്റ്റിച്ചിങ് കാണാൻ. പിന്നെ ഇതിനും അതേപോലെ തന്നെ 3/4 സ്ലീവ് ഉണ്ട്. സ്ലീവിന്റെ സൈഡിൽ സ്റ്റിച്ചിങ് ആണെങ്കിൽ നേരത്തെ കാണിച്ച പോലെ തന്നെ നന്നായി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല കട്ടി ഇങ്ങനെ തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഉള്ളിൽ അവർ ആ പിന്നെ ത്രെഡ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത്രയും കട്ടി ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ ത്രെഡ് വെച്ചാണ് അവർ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നല്ല കട്ടിയുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. സ്റ്റിച്ചിങ് ആണെങ്കിലും ഈ ക്ലോത്തിന്റെ ക്വാളിറ്റി ആണെങ്കിലും നന്നായിട്ടുണ്ട്. നമുക്കിതൊരു ഗോൾഡൻ ലെഗിന്റെ കൂടെ ഇട്ടാൽ നമുക്ക് ഈവൻ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു പിങ്കിന്റെ കൂടെ നമുക്ക് ഓറഞ്ച് കളർ പാൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓറഞ്ച് കളർ ദുപ്പട്ട ഇട്ടാലും നന്നായിട്ട് മാച്ച് ആവും. കാരണം ഇത് പ്ലെയിൻ ആണ്, പ്ലെയിനിൽ ഗോൾഡൻ മാത്രമാണുള്ളത്. അപ്പം നമുക്ക് വേറെ കളർ ഇട്ടും നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്തത് കാണാം. ഇത് ബ്ലൂ ആണ്. ബ്ലൂവില് നല്ല പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ. നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാക്കിംഗ് ആണ്. നല്ല സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ പറഞ്ഞു പോവാത്ത രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലൂ കളറാണ്. നല്ല ബ്ലൂവില് ഡാർക്ക് ബ്ലൂവില് ലൈറ്റ് കളർ ബ്ലൂവും വൈറ്റും ആണ് ഈ ഡിസൈൻ ഇരിക്കുന്നത്. അപ്പം ബ്ലൂ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ, ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇത് മീഡിയം ആണ്. ഇതിന്റെ നെക്കും ഇതേപോലെ തന്നെ സിമ്പിൾ ആയിട്ട്. ഇത് നമ്മൾ, എനിക്ക് തോന്നുന്നു ഇതൊക്കെ ശരിക്കും നമ്മൾ കടയിൽ കൊടുത്ത് തയ്പ്പിക്കുമ്പോൾ പറയുന്ന കുറച്ച് നെക്ക് ഡിസൈൻസും ആ ഒരു ക്വാളിറ്റി ഉണ്ട്. നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ താഴേക്കാണെങ്കിലും സ്ട്രെയിറ്റ് കുർത്തിയാണ് കേട്ടോ. ഒക്കെ സ്ട്രെയിറ്റ് കുർത്തിയാണ്. ഇതിന്റെ ഒരു പാറ്റേൺ കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പ് പോണ പോലെയാണ്. കയ്യിലും അങ്ങനെ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കയ്യിലും അവർ അതേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും ഒരു ത്രെഡ് വെച്ചിട്ട് നല്ല കട്ടിയിൽ നിൽക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. നെക്ക് നോർമലാണ്. നമുക്ക് ഇതിന്റെ കൂടെ ഒരു വൈറ്റ് കളർ പാൻറ്റോ അല്ലെങ്കിൽ പലാസോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. കാരണം പ്ലെയിൻ ആയതുകൊണ്ട്. ഈവൻ ജീൻസിന്റെ കൂടെ നമുക്കിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ല കോട്ടൺ ആണ്, നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. നമുക്ക് സമ്മറിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കോട്ടൺ ആണ്. ഇതിന്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും ഒരു കുഴപ്പമില്ല. സോ എല്ലാം സ്റ്റിച്ചിങ്ങും ഇതിന്റെ ഈ ഒരു സൈഡിലെ സ്റ്റിച്ചിങ്ങും ഇതിന്റെ പാറ്റേൺ ഒക്കെ എല്ലാം ഒരേപോലെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇനി അടുത്ത കുർത്തി ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് അധികം കുറച്ച് ബ്ലൂ ആണ് വന്നിരിക്കുന്നത്. ഇത് വേറൊരു കളർ ബ്ലൂ ആണ്. ബ്ലൂവും വൈറ്റും കോമ്പിനേഷനാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിനകത്ത് ഇതും മീഡിയം സൈസാണ്. ഫസ്റ്റ് ക്ലാസ് ബ്രാൻഡ്. ഫസ്റ്റ് നമ്മൾ കണ്ടില്ലേ, അതേപോലെ തന്നെ ഷെല്ലിന്റെ ബട്ടൺസും വെച്ചിട്ട് ഇതിനും 3/4 സ്ലീവാണ്. എല്ലാത്തിനും 3/4 സ്ലീവ് ഉണ്ട്. അപ്പം ധൈര്യമായിട്ട് എല്ലാവർക്കും വാങ്ങിക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഒന്നും ചെയ്യേണ്ട, ശരിക്കും വേറെ സ്റ്റിച്ചൊന്നും ഇടാതെ തന്നെ നമുക്കിത് ഉപയോഗിക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ ഒരു ഡോട്ട് എന്താ പറയുക, ഉജാല ഇങ്ങനെ തെറിപ്പിച്ച മാതിരി ഒരു ടൈപ്പാണിത്. മൊത്തം നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ കുറച്ച് ഇത് കാണുമ്പോൾ ഇങ്ങനെ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് ആണ്. ഓഫ് വൈറ്റിലാണ് ആ ബ്ലൂ ഡോട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഡാർക്ക് ബ്ലൂ ഉള്ളതുകൊണ്ട് ബ്ലൂവിന്റെ സൈഡിൽ കൂടെ നല്ല ഡാർക്ക് ബ്ലൂ ലൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നല്ല ഡാർക്ക് ബ്ലൂ ലെഗിൻ അല്ലെങ്കിൽ ബ്ലാക്ക് ഇട്ടാലും ഇതിന് നന്നായിട്ട് മാച്ച് ആവും. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിന്റെ നടുവിൽ ആ ഷെല്ലിന്റെ ബട്ടൺ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഓഫ് വൈറ്റ് പാൻറ് ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയുണ്ടാവും. റൗണ്ട് നെക്കാണ്. ശരിക്കും നമ്മൾ കടയിൽ കൊടുത്ത് സിമ്പിളായി സ്റ്റിച്ച് ചെയ്യുന്ന അതേ ഒരു പാറ്റേൺ ആണ്. ഇനി നമുക്ക് ഈ ഒരു ഓറഞ്ച് കളർ കുർത്തി നോക്കാം. ഇത് നല്ല ഭംഗിയുണ്ട്. ഓറഞ്ചിൽ ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം കോൺട്രാസ്റ്റ് കളർ ബ്ലൂ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇതും ഇതേപോലെ തന്നെ നല്ല കോട്ടൺ ആണ്. നല്ല കോട്ടൺ ആണ്. കണ്ടില്ലേ, ഇങ്ങനെ കട്ടി കുറഞ്ഞ, അല്ലാതെ കട്ടി കുറഞ്ഞ കോട്ടൺ അല്ല. ഇപ്പം ഞാൻ വെളിച്ചത്തിന്റെ ഓപ്പോസിറ്റിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലാതെ നോക്കുമ്പം നമുക്ക് ശരിക്കും ഒരു സാധാരണ ഇന്നറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മതിയാവും ഇതിന്. ഇതിന്റെ ഡിസൈൻ നല്ല ഭംഗിയുണ്ട്, ഈ ഒരു ബ്ലൂ ഡിസൈൻ കാണാൻ. ഇതിന്റെ ഇതേപോലെ 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ എല്ലാ സ്റ്റിച്ചിങ്ങും ഒരേപോലെയാണ് കേട്ടോ. ഇതേപോലെ ത്രെഡ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടില്ലേ, ഇതിന്റെ നെക്കും ഇതേപോലെ തന്നെയാണ്. നീളത്തിലൊരു ചെറിയൊരു ടീ ഷേപ്പ് പോലെ കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഒരു അവിടെ കട്ടിങ് ഉണ്ടെന്ന് അറിയില്ല, അല്ലാതെ നല്ല ഭംഗിയുണ്ട്. റൗണ്ട് നെക്കിൽ അങ്ങനെ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത കുർത്തി കാണാം. ഇതും ഒരു ബ്ലൂ ആണ് കേട്ടോ. നേരത്തെ കണ്ട അതേ ടൈപ്പ് മെറ്റീരിയൽ, പക്ഷെ കളറ് മാത്രം കുറച്ച് കളർ വ്യത്യാസം അത്രയേ ഉള്ളൂ. ഡിസൈൻ വ്യത്യാസമുണ്ട്, പക്ഷെ സെയിം കളർ കോമ്പിനേഷൻ, ബ്ലൂ ആൻഡ് ലൈറ്റ് ബ്ലൂ. ഈ ഒരു പ്രിന്റാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് പ്രിന്റാണ്, ബാക്കി ഇതൊക്കെ മെറ്റീരിയലിൽ ഉള്ളത് തന്നെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിന്റെ കൂടെ നമുക്ക് ഡാർക്ക് ബ്ലൂ ലെഗിന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഓഫ് വൈറ്റ് പാൻറ് ഇട്ടും ചെയ്യാം. ഇങ്ങനെ ഒരു ബട്ടൺ വരുന്നിടത്തൊക്കെ നമുക്ക് ഓഫ് വൈറ്റ് പാൻറ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിന്റെ സ്റ്റിച്ചിങ്ങും ഒക്കെ നല്ലതാട്ടോ.
കണ്ടോ, സ്ട്രെയിറ്റ് കട്ടിംഗ് ആണ് എല്ലാത്തിനും. അപ്പം നമുക്ക് സ്ട്രെയിറ്റ് കട്ടിങ് ഇഷ്ടമുള്ളവർക്കൊക്കെ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റും. കാരണം സിമ്പിൾ കുർത്തിയാണ്, നമുക്ക് എപ്പോഴും ഇടാൻ പറ്റുന്ന ഒരു ഓഫീസിലേക്കോ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് കുർത്തിയാണ്. ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ പ്രിന്റ് ആണ് ഇതിന് മേലെ. കുറച്ച് നമുക്ക് നേരത്തെ കണ്ട ആ ഒരു പിങ്കിൻ്റെ അതേ സ്റ്റൈലിലാണ്. ഇതും കോട്ടൺ ആണ്. കോട്ടണിൽ ഗോൾഡൻ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സാണ്. ഇപ്പം സിമ്പിളായിട്ട് കോട്ടൺ ഇടാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഒരു ഡ്രസ്സ് നന്നായിട്ട് ഇഷ്ടപ്പെടും. വലിയ വിലയും ഇല്ല, വില കുറവായതുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് കട്ടിംഗ് ആണ്. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ പലാസോയുടെ കൂടെയും ലെഗിൻ്റെ കൂടെയൊക്കെ ഇട്ട് ഉപയോഗിക്കാം. ഒരു ഗോൾഡൻ കളർ പാൻറ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡ്രസ്സിന് മാച്ച് ചെയ്യാൻ പറ്റും. അപ്പം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഗോൾഡൻ കളർ പാൻറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും. ഇതേപോലെ തന്നെ ഒരു കീ ഹോള് ഷേപ്പാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. റൗണ്ട് നെക്കിൽ സ്റ്റിച്ചിങ് ആണെങ്കിൽ കണ്ടില്ല, നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കതിനെ കംപ്ലൈൻ്റ് ഒന്നും പറയാൻ പറ്റില്ല, അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും 3/4 സ്ലീവാണ് വെച്ചിരിക്കുന്നത്. അപ്പം സ്ലീവ് 3/4 ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് വാങ്ങിക്കാൻ പറ്റും. ഇനിയുള്ളത് ഒരു സാധാരണ കുർത്തിയാണ്, സാധാരണ കോട്ടൻ്റെ കുർത്തിയാണ്. മൾട്ടി കളറാണ്. അപ്പം ഇത് മൾട്ടി കളർ ഉള്ളതുകൊണ്ട് നമുക്കിതിലുള്ള ഏതെങ്കിലും കളറ് പാൻറ് ഉപയോഗിച്ച് നമുക്ക് ഇടാൻ പറ്റും. അപ്പം ഇതൊക്കെ സാധാരണ എപ്പോഴും ഡെയിലി വെയറിന് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഫാബ്രിക്കാണ്. കോട്ടൺ ആണ്. കോട്ടൺ ആയതുകൊണ്ട് ശരിക്കും എന്താ പറയുക, നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ ഉള്ളവർക്കൊക്കെ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ നടുവിൽ ഇതേപോലെ തന്നെ ഷെല്ലിന്റെ ബട്ടൺസ് ആണ്. ഒന്നിനും പ്ലാസ്റ്റിക്കിന്റെ ബട്ടൺ അവർ വെച്ചിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു നല്ല ബ്രാൻഡാണ് തോന്നുന്നു. ഇത് ഞാനിപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു ബ്രാൻഡ് കാണുന്നത് തന്നെ. ഇതിന് മുന്നേ ഒന്നും ഈ ഒരു ബ്രാൻഡ് കണ്ടിട്ടില്ല. കാരണം ഇത് ഇപ്പം റീസെന്റ് ആയിട്ട് നല്ല ഡിസ്കൗണ്ടിൽ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. 135 രൂപയ്ക്ക് കൂടെ ഈ ഒരു കുർത്തി അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഡിസ്കൗണ്ട് വരുമ്പോൾ നിങ്ങൾ 70% വരുമ്പോൾ ഈ ഒരു കുർത്തി നോക്കി നോക്കും. കാരണം ചിലർ പറയണ്ടായിരുന്നു ഈ ഡിസ്കൗണ്ട് ഇല്ല, ഞങ്ങൾ നോക്കുമ്പോൾ ഡിസ്കൗണ്ട് ഇല്ല. എല്ലാ സമയത്തും ഡിസ്കൗണ്ട് ഉണ്ടാവില്ല. ഡിസ്കൗണ്ട് വരുന്ന സമയത്ത് നമുക്ക് വാങ്ങിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു പ്രൈസിന് വാങ്ങിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന്റെ സ്ലീവ് ഒക്കെ ഒരേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിന്റെ സൈഡിൽ ഇതേപോലെ ത്രെഡ് വെച്ച് നല്ല കട്ടിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കയ്യിൽ ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് നിൽക്കും ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ടൈറ്റ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി ടൈറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ കോട്ടനൊക്കെ നിങ്ങൾ ടൈറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ടൈറ്റ് ചെയ്യുക. നല്ല മെറ്റീരിയലാണ് കേട്ടോ, നല്ല സുഖം ഉണ്ടാവും ഇടാൻ. ഇനി ഞാൻ ലാസ്റ്റ് കുർത്തി കാണിച്ചു തരാം. ലാസ്റ്റ് കുർത്തി എന്ന് പറയുന്നത് ഇതൊരു എന്താ പറയുക, കലങ്കാരി മെറ്റീരിയലാണ്. കളർ എന്ന് പറയുന്നത് ഓഫ് വൈറ്റും യെല്ലോയും കൂടിയ മസ്റ്റർഡ് യെല്ലോയും കൂടെ ഉള്ളത് കലങ്കാരിയുടെ മെറ്റീരിയലാണ്. നല്ല കോട്ടൺ ആണ് കേട്ടോ. ഇതും നല്ല സുഖം ഉണ്ടാവും ഈ കോട്ടൺ ഇടാൻ. ഞാൻ ഇതിന് മുന്നേ ഇതിന്റെ സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. 1500 രൂപ കൊടുത്താണ് ആ സാരി വാങ്ങിച്ചത്. കാരണം കലങ്കാരിയുടെ ഭയങ്കര കൂടുതലാണ്. നിങ്ങൾ കടയിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു ഫാബ്രിക്കിന് എന്തായാലും ഒരു മീറ്ററിന് 200 രൂപയ്ക്ക് അവർ ചാർജ് ചെയ്യും. അപ്പം നമുക്കിങ്ങനെ ഡിസ്കൗണ്ടിൽ കിട്ടുമ്പോൾ നല്ലതാണ്. നല്ല ഫാബ്രിക്കാണ് കേട്ടോ, നല്ല കട്ടിയുള്ള ഒരു ഫാബ്രിക്കാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ വെയിലിന് ഓപ്പോസിറ്റാണ് വെച്ചിരിക്കുന്നത്. മറ്റേ കുർത്തിയൊക്കെ വെയിലിന് ഓപ്പോസിറ്റ് വെച്ചപ്പോൾ നിങ്ങൾക്ക് ആ വെളിച്ചം നന്നായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് കണ്ടില്ലേ, എത്രയേ ഉള്ളൂ. അപ്പം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. സ്റ്റിച്ചിങ് ആണെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മാൻഡറിൻ കോളർ ഉള്ളതാണ്. മറ്റേതൊക്കെ ഇതുണ്ടല്ലോ, ഇതിന് ടാഗ് വെച്ചിരിക്കുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. ഫസ്റ്റ് ക്ലാസ് തന്നെയാണ്, പക്ഷെ ഇതിന്റെ ടാഗ് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലാണെങ്കിലും സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന കുറച്ച് വ്യത്യാസമുണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു പീസ് വെച്ചിട്ട് രണ്ട് സൈഡിലും ആ ഒരു ത്രെഡ് വെച്ചാണ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പെർഫെക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇതിനും 3/4 സ്ലീവ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. സ്ലീവിന്റെ സൈഡിൽ ഈ ഒരു ഡിസൈനും ഉണ്ട്. പിന്നെ നമ്മുടെ ഈ കുർത്തി എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് കുർത്തിയാണ്. സ്ട്രെയിറ്റ് കുർത്തിന്റെ താഴെയും അതേ ഡിസൈൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിന്റെ കൂടെ ഒരു മസ്റ്റർഡ് യെല്ലോ പാൻറ് അല്ലെങ്കിൽ ഈ ഒരു കളറില്ലേ, ഒരു കോഫി എന്താ പറയുക, ഇതൊരു ഗ്രീൻ ആണ്, ഒരു ടൈപ്പ് ഗ്രീന്. ഈ ഒരു കളർ ഇട്ട് കഴിഞ്ഞാലും ഈ കളറോ അല്ലെങ്കിൽ മസ്റ്റർഡ് യെല്ലോയോ ബ്ലാക്കും ഇടാം നമുക്ക്. കാരണം ഇതിന്റെ മേലെ കൂടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ലെയർ എന്ന് പറയുന്നത് ബ്ലാക്ക് കളറാണ് ആ ഡിസൈന്. നല്ല ഭംഗിയുണ്ട്. ഇതും ഇതേപോലെ നമുക്ക് നല്ല കട്ടിയുള്ള കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് കുറേ പ്രാവശ്യം ഇട്ട് വാഷ് ചെയ്യുകയും ചെയ്യാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത്രയാണ് നമ്മുടെ കുർത്തി. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.